ഇന്ന് ഈ ദിവസം നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് JS അഖിലാണ്. നമുക്ക് അഖിലിനെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് അഖിൽ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. അഡ്വക്കേറ്റ് JS അഖിൽ കേൾക്കാമോ? ഓക്കെ കേൾക്കാമല്ലോ അല്ലേ എന്നെ? കേൾക്കുന്നുണ്ട്. ഓക്കെ അഖിൽ, ഇപ്പോ അഖിൽ ഇപ്പോ ഈ രാവിലെ എന്താണ് പരിപാടി? രാവിലെ ഈ ഓണക്കാലമൊക്കെയാണ്, സുഖമായിട്ടിരിക്കുന്നോ? അതെ, നന്നായിരിക്കുന്നു. എന്തായാലും മലയാളത്തിൽ തന്നെ ഉണ്ട്, അതിന്റെ ഒരു സന്തോഷമുണ്ട്. കുഞ്ഞെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ JS അഖിൽ, ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു കത്തി നിന്നത്. അപ്പോൾ ഇത്രയും നാള് പാർട്ടിയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരാതികളില്ലല്ലോ, കേസുകളില്ലല്ലോ, നടപടിയൊന്നും ആയില്ലല്ലോ എന്നാണ്. പക്ഷേ ഇപ്പോൾ പരാതികൾ വരുന്നു, നടപടികളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെ ഇനിയിപ്പോൾ എങ്ങനെ പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനം? അല്ല സേതു, ഇവിടെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പരാതിയും ഒരു FIR പോലും ഇല്ലാതെ വളരെ കൃത്യമായി പാർട്ടി നടപടിയെടുത്ത മറ്റേത് കാര്യമാണുള്ളത്? ഈ പറയുന്ന പോലെ ഏതെങ്കിലും പാർട്ടി, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേരളം ഭരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി ആരോപണവും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ, വ്യക്തികൾ ഇന്നും മന്ത്രിസഭയുടെ ഭാഗമാണ്. ഇന്നും അവരുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ MLA-മാരായി തുടർന്നു വരികയാണ്. പക്ഷെ അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏത് തരത്തിലാണ് കോൺഗ്രസ്സുകാർ നടപടിയെടുത്തിട്ടില്ല എന്ന് പറയുന്നത്? കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടു, ഒന്ന് രണ്ട് വ്യക്തികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ ഒരു പരമപ്രധാനമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. 2 ദിവസത്തിനകത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇതൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഇത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് ചെയ്യും? അപ്പോൾ വളരെ കൃത്യമായി തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ പരാതികൾ പാർട്ടിക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു പരാതി പോലും നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, AICCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. വേറൊരു തരത്തിലും ഈ പറയുന്ന പോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു FIR പോലും ഇന്നലെ വൈകുന്നേരം വരെ എന്തായാലും FIR പോലും എടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പേ തന്നെ നമ്മളൊരു നടപടി എടുത്തു, നടപടി പാർട്ടി തലത്തിൽ കൊണ്ടു എന്നുള്ളത് ഏറ്റവും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നടപടി പോലും എടുക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെതിരെ ആക്രോശിച്ച് മുന്നോട്ട് വരുന്നത്. അത് ശരിയാണോ എന്നുള്ളത് പൊതുസമൂഹവും നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരും പരിശോധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അഡ്വക്കേറ്റ് JS അഖിൽ, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഒരു MLA-യെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുക, അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ അഭിമാനിക്കുകയും ഒക്കെ അഭിനന്ദനം അർഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇത്രയും ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും പാർട്ടി ഒരു കമ്മീഷനെ പോലും നിയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് JS അഖിൽ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം കുറച്ച് പരാതികളും സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖ ഒക്കെ പരാതികളായി ചെന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പലർക്കും ഇന്ന് മൊഴിയെടുക്കാനുള്ള നോട്ടീസ് അടക്കം നൽകിയിട്ടുമുണ്ട്. രാഹുലിന്റെ മൊഴിയെടുക്കുമെന്നും അറിയുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനി പാർട്ടി രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ ഈ വിഷയത്തിൽ പാർട്ടി രാഹുലിനൊപ്പം നിൽക്കുമോ? അതോ രാഹുലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയിട്ടുണ്ട്, വ്യക്തിപരമായ ആ കേസ് അയാൾ തന്നെ നോക്കിക്കോട്ടെ, ആ ഒരു നിലപാടായിരിക്കുമോ പാർട്ടിക്ക്? അല്ലാതെ കൃത്യമല്ലേ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് നാളെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത്? കാരണം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സേതു പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പാർട്ടി കോറത്തിനകത്ത് ഒരു അന്വേഷണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു പരാതി ഇല്ലാത്ത കാര്യത്തിനകത്ത് ഏത് തരത്തിലാണ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്? ആരാണ് പരാതിക്കാരനെന്ന് അറിയാതെ KPCC ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട്
വെച്ചിട്ട് ഏത് പുകമറയിൽ നിന്നാണ് ഞങ്ങൾ ഈ പറയുന്നത് പോലെ പാർട്ടി തലത്തിൽ ഇത് അന്വേഷിക്കേണ്ടത്? അപ്പോൾ ഒരു പരാതി, ഏതെങ്കിലും ഒരു പരാതിയെങ്കിലും പാർട്ടി കോറത്തിലോ KPCCക്കോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലോ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി തന്നെ പാർട്ടി അത് അന്വേഷിക്കുകയും അതിന് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്യും. പക്ഷേ ആ ഒരു പരാതി കിട്ടുന്നതിന് മുമ്പേ തന്നെ ഒരാളെ ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരാളെ മാറ്റി നിർത്താൻ തയ്യാറായ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ? അപ്പോൾ സേതു പറഞ്ഞതുപോലെ ആരോപണം വിധേയരായിട്ടുള്ള ആളുകളും, ഇപ്പോൾ നമ്മുടെ അപ്പുറത്തെ MLA മുകേഷിന്റെ കാര്യം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും അദ്ദേഹം ഇന്നും നിയമസഭയിൽ അംഗമായി തുടരുകയാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ അതിനെ CPM പ്രതിരോധിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയെയും അതേപോലെ തന്നെ M വിൻസെന്റിനെയൊക്കെ മുൻനിർത്തിയാണ്. ജയസഖിൽ അല്ല, ആ കാര്യത്തിനകത്തുള്ള എൻക്വയറി നടക്കുകയില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഭരണപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ വളരെ അന്തരമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് പോലീസ് സേന. ആ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തി ഏത് രീതിയിൽ ഇവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആരോപണങ്ങൾ തെറ്റായതുകൊണ്ടല്ല, ആ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടെങ്കിൽ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? ഇന്നലെ 2 മാസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത്. പല വിഷയങ്ങളും അദ്ദേഹം മറുപടി നൽകുകയും വിശദീകരണം നൽകുകയും ചെയ്തു. ഈ രാഹുൽ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. തൊട്ടു പിന്നാലെ ഒരു നടപടിയിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ മുകേഷിനെയൊക്കെ വെച്ച് കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ തിരികെ എൽദോസ് കുന്നപ്പള്ളിയെയും അതേപോലെ തന്നെ M വിൻസെന്റിനെയും ഒക്കെ ആയിട്ടാണ്. അത് 2 പാർട്ടികളെ 2 മുന്നണികളിലൊക്കെ കാര്യമാണ്. അത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക, 2 വലിയ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. UDFനെ സംബന്ധിച്ച് അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു മുന്നിലുള്ള ഒരു മുൻഗണനാ വിഷയമായി തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇത്രയും നാൾ രാഹുലിനെ സംരക്ഷിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ CPM ഒരു മുതലെടുപ്പിന് ശ്രമിക്കും, അങ്ങനെ കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അത് CPM മാത്രമല്ല, BJP പോലും അത്തരത്തിലൊരു താല്പര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തെ എന്തായാലും പ്രതിപക്ഷ പാർട്ടികളും എതിരാളികളായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടെന്താ, കൃത്യമായി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും മാതൃകാപരമായിട്ടുള്ള നിലപാടല്ല എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരോപണം പുറത്തു വന്നു. അവിടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പരാതി കിട്ടിയിട്ട് എത്രയോ കാലമായി. ഇദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താനോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഒരു ഘട്ടത്തിൽ പോലും BJPയുടെ നേതൃത്വം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് പുതിയ പദവി കൊടുക്കുകയാണ്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന MLA ആയിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പരാതി കിട്ടിയിട്ട് നടപടിയെടുക്കാതെ ഇന്നും പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പല നേതാക്കന്മാരും തുടരുകയാണ്. അത് CPMലും തുടരുകയാണ്, BJPയിലും തുടരുകയാണ്. പക്ഷെ കോൺഗ്രസ് എന്താ, ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പേ ആരോപണ വിധേയനായിട്ടുള്ള ആളിനെ മാറ്റി നിർത്തുന്നു. ഇത് വ്യത്യാസമുണ്ട് സേതു. ഇത് ഒന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കൂ. ഇത് എങ്ങനെയാ ഒരു കൃത്യമായി പൊതുജനത്തിന്റെ മുന്നിൽ ഈ വിഷയം ഒന്ന് ചർച്ചയ്ക്ക് എടുക്കൂ. കോൺഗ്രസ് എടുത്തത് മാതൃകാപരമായ നിലപാട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം, ഈ BJPയുടെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുക. CPMന്റെ 4 or 5 ആളുകളുടെ കാര്യമുണ്ട്. ഇതൊന്ന് പരിശോധിക്കുക. അവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ്? അതൊക്കെ മാതൃകാപരം തന്നെയുമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ MPക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ വടകരയിൽ കണ്ടതാണ് DYFI നടത്തിയ പ്രതിഷേധം. അതിന് പിന്നാലെ ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിലും അവിടെ സംഘർഷത്തിൽ കലാശിച്ചു. ഈ ചില പ്രവർത്തകർക്കൊക്കെ അടിയേൽക്കേണ്ടി വന്നു, പോലീസുകാരിൽ നിന്ന് അടിയേൽക്കേണ്ടി വന്നു. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് DYFIയുടെ തീരുമാനം. ഈ സമരം തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തെ, അതായത് ഒരു ഷാഫിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഷാഫിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. പലരും ഷാഫിയെ ലക്ഷ്യം വെക്കുന്നു. ഇപ്പോൾ 2-3 ദിവസത്തിന് മുൻപ് ഞങ്ങളോട് തന്നെ T. സിദ്ദിഖ് MLA പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഷാഫിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഓരോ നീക്കങ്ങളാണ്.
എന്നാണ്, ഇതിനെ പാർട്ടി പ്രതിരോധിക്കുമെന്നാണ്. സമാനമായ രീതിയിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്നും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷാഫി കേന്ദ്രീകൃതമായി ഈ വിഷയം മാറുന്നുണ്ടോ? ഷാഫിയെ പലരും ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷാഫിയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന ആളൊന്നും അല്ല ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP. അദ്ദേഹം രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളരെ ശക്തിയുക്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന് ജനങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട യുവജന നേതാവായി മാറി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച ആളാണ്. അദ്ദേഹം ഒരു ഈ പറയുന്നത് പോലെ വളരെ ജനങ്ങൾക്കിടയിലേക്ക് ആത്മാർത്ഥമായി ഇറങ്ങിച്ചെന്ന് അദ്ദേഹം വളരെ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പാലക്കാട് നിന്ന് ജയിക്കുന്നു, പാലക്കാട് 3 ടൈം MLA ആകുന്നു, അത് കഴിഞ്ഞ് വടകരയിലേക്ക് വരുന്നു, വടകരയിലെ ജനങ്ങൾ അദ്ദേഹത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്വമല്ലേ, DYFIയുടെ രാഷ്ട്രീയ പാപ്പരത്വമല്ലേ, അദ്ദേഹം ജയിച്ചു വന്ന അദ്ദേഹത്തിന്റെ ഓൺ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പോലും പങ്കെടുക്കാത്ത രീതിയിൽ നാട്ടുവിലക്ക് ഏർപ്പെടുത്തുന്ന എവരാരാണ്? ഇന്നലെ DYFI എടുത്ത നിലപാടൊക്കെ വളരെ ഖേദകരമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളിനെ അത്തരത്തിലൊന്നും വളഞ്ഞിട്ട് ആക്രമിക്കാനൊന്നും ഈ പറയുന്നത് പോലെ DYFIക്കോ CPM-നോ കഴിയില്ല. അവരുടെ കോട്ടയിൽ പോലും ലീഡ് ചെയ്ത് വിജയിച്ച് വരാനുള്ള കപ്പാസിറ്റി എടുത്തിട്ടുള്ള യുവജന നേതാവാണ് ഷാഫി പറമ്പിൽ. അത്തരം ആളിനെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ആ ഒരു ധാരണയൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ വേണ്ട എന്നുള്ളത് കൃത്യമായി കോൺഗ്രസിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, അഡ്വക്കേറ്റ് ജയസേഖൽ, ഒരു കാര്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ്? കാരണം തുടക്കത്തിൽ അങ്ങയുടെ പേരടക്കം സജീവ പരിഗണനയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആരിലേക്കെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ പാർട്ടി, അതോ ഇനിയും കാത്തിരിക്കണമോ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷന് വേണ്ടി? കാരണം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിട്ട് ആഴ്ചകളാകുന്നു, രാജിവെച്ചിട്ട് ആഴ്ചകളാകുന്നു, യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാത്ത അവസ്ഥയാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ചടുലമായി ഈ സംഘടനയെ നാട്ടിൽ നയിക്കാൻ കഴിയുന്ന ഒരു പ്രസിഡന്റ്, അത് ആര് തന്നെ ആയാണെങ്കിലും അത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കും. കഴിവുള്ള വളരെ നന്നായി ഈ സംഘടനയെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രസിഡന്റ് തന്നെയായിരിക്കും യൂത്ത് കോൺഗ്രസിന് വരുന്നത്. യൂത്ത് കോൺഗ്രസിന് അകത്തുള്ള സഹപ്രവർത്തകർ ആര് തന്നെയാണെങ്കിലും അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോ ആളുകൾക്ക് ഓരോ മേഖലയിൽ പ്രത്യേകിച്ച് കഴിവുള്ള ആളുകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും മികച്ച ഒരു യുവജന നേതാവ് തന്നെ ഈ പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന സംഘടന എന്നുള്ള നിലയിൽ ആ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വരും. എന്തായാലും മികച്ച ഒരു പ്രസിഡന്റിനെ തന്നെ നേതൃത്വം തീരുമാനിക്കുക. അത് ആരാണെങ്കിലും അതൊരു മികച്ച പ്രസിഡന്റ് തന്നെയായിരിക്കും. സംഘടനയെ വളരെ ശക്തിയുക്തമായി ഒരു സമര സംഘടനയായി കൊണ്ടുപോകാൻ കഴിയുന്ന ഈ പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടന എന്നുള്ള നിലയിൽ ഏത് തരത്തിൽ പ്രസ്ഥാനത്തെ കൊണ്ടുപോകണമെന്ന് കൃത്യമായ ദിശാബോധമുള്ള ഒരു പ്രസിഡന്റ് തന്നെയാവും യൂത്ത് കോൺഗ്രസിൽ വരാൻ പോകുന്നത്. എന്തായാലും അത് പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടിയുടെ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. AICC ഉൾപ്പെടെയുള്ള നേതൃത്വം അത് തീരുമാനിക്കും. നല്ലൊരു പ്രസിഡന്റ് തന്നെ എന്തായാലും യൂത്ത് കോൺഗ്രസിനുണ്ടാവും. ഓക്കെ, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയസഖിൽ നമുക്കിപ്പം ചേർന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും അങ്ങേക്ക് നല്ലൊരു ദിവസവും നല്ലൊരു ഓണക്കാലവും കൂടി ആശംസിക്കുകയാണ് ഞാൻ. താങ്ക് യു സേതു, താങ്ക് യു. ഓക്കെ.